ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗ് ഇടാമെന്നിട്ട് വിചാരിച്ച് ഞങ്ങൾ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ 10 മിനിറ്റിൻ്റെ അടുത്ത് ദൂരമുണ്ട്. എന്നാലും ട്രാഫിക്കൊന്നും അധികം കാര്യമായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും കൂടി നേരത്തെ എത്താൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഡയറക്റ്റ് വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഓൾറെഡി കാറിൽ പാട്ട് വെച്ചതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ലൂക്കാച്ചനും ബാക്കിലായിരിക്കണം. ലൂക്കാച്ചനും കാർ സീറ്റിൽ ഇരുത്തി സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഞാൻ ബാക്കിലിരുന്നു, ലൂക്കാച്ചൻ്റെ കൂടെ ഇരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കോപ്രായൊക്കെ കാണിച്ചിങ്ങനെ വണ്ടിയിലിരിക്കുക. കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ മാപ്പ് ഇടുന്നുണ്ട് നമ്മൾ പോകുന്ന സ്ഥലം. ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ ജസ്റ്റേണ്ടും നേതേച്ചിയും ജോണ്ടനും ഉണ്ട് നമ്മുടെ കൂടെ. അവർ ഓൾറെഡി ഇതിന് മുൻപ് പോയിട്ടുണ്ട്, നമ്മളിതിന് മുൻപ് പോയിട്ടില്ല. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അറിയാം ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണിതൊക്കെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അധികം ദൂരം ആയിട്ടില്ല, ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ നമ്മൾ. കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. കൂടുതൽ സണ്ണിയും അല്ല, എന്നാലോ അത്ര ക്ലൗഡിയും അല്ല, അങ്ങനൊരു കാലാവസ്ഥ. കേട്ടോ, മാപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ലൂക്കാസിനും പിടിച്ചിട്ടാണ് ഫോണിൽ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വീഡിയോ എടുക്കുമ്പോഴും ഉണ്ടാവും. സോറി. ലൂക്കാസിന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ആൾ ഏകദേശം ഉറക്കം ബന്ധത്തിലായിരിക്കണം എൻ്റെ കയ്യിൽ. ആൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കയ്യിലിരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ ഒതുങ്ങിയിരിക്കാത്ത പ്രായമാണ്. അങ്ങടി ആടി അങ്ങനെ ഇരിക്കുക. അങ്ങനെ അവസാനം ഞാൻ മെല്ലെ കാർ സീറ്റിൽ ഇരുത്തി അവൻ്റെ തലയിൽ വയ്ക്കുന്ന ക്യാപ്പൊക്കെ എടുത്ത് കൊടുത്തു. അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ വലിയ പറ്റിയിട്ടൊന്നല്ല ഇരിക്കണത്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല കുറച്ച് കഴിഞ്ഞാൽ. ഞാനിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും. ബോറടിക്കുമ്പോൾ ഓരോരോ സാധനങ്ങൾ ബാഗിൽ കൈ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് ബോറടിക്കുമ്പോൾ ഒന്ന്, അങ്ങനെ. ഇപ്പം എല്ലാ മരങ്ങളും ഫുൾ ഇലയൊക്കെ പോയി. എല്ലാ മരങ്ങളും ഫുൾ ഇലയൊക്കെ പോയി സെറ്റായിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മെല്ലെ ഓരോന്നിനും ഇലകളും പൂക്കളൊക്കെ വരാൻ തുടങ്ങും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ വേറൊരു രസം. ഇനി പല കളറിലുള്ള പൂക്കളായിട്ട് കാണുമ്പോൾ അതിനൊക്കെ രസം. അങ്ങനെ നമ്മൾ വീക്കെൻഡിലല്ല പോയത്, നമ്മൾ വീക്ക് ഡേയ്സിലാണ് പോയത്. അതുകൊണ്ട് തന്നെ റോട്ടിൽ അത്ര കാര്യമായിട്ട് തിരക്ക് കാണാനില്ല. എല്ലാവരും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയല്ല. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അതായത് ഹിൽ ഏരിയ പോലെയൊക്കെ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട് ഈ സ്ഥലത്തെത്താൻ, ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. അപ്പോൾ പോകുന്ന വഴിക്ക് കുതിരകൾ കണ്ടു, പിന്നെ ചെമ്മരിയാട്, ഇഷ്ടംപോലെ ചെമ്മരിയാട്, പിന്നെ പശു തന്നെയാണോ എനിക്കറിയില്ല, പശു, അങ്ങനെ കുറേ തരത്തിനെ കണ്ടു. നമുക്ക് വണ്ടി വശം നിർത്താനുള്ളൊരു ഗ്യാപ്പില്ല. പിന്നെ ആ സമയത്ത് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഞാനവന് ബിസ്ക്കറ്റ് കൊടുത്തിരുത്തിയിരിക്കുക. നല്ല വ്യൂ ആണ്. ഇടയ്ക്ക് സണ്ണിയാവും നന്നായിട്ട്, പക്ഷെ നല്ല രസമുള്ള വ്യൂ ആണ്. ചില സമയം തോന്നാറുണ്ട് നമ്മുടെ നാട്ടിലത്തേക്ക് പച്ചപ്പും
ഹരിതാപകരമൊക്കെ ഇവിടെയാണെന്ന്. എവിടെ നോക്കിയാലും ഒരു പച്ചപ്പ് കാണാൻ പറ്റും ഇവിടെ. അതുപോലെ ഇവർ നമ്മുടെ നാട്ടിലെ പറമ്പും കാര്യങ്ങളൊക്കെ ഇപ്പം എന്ത് കാര്യത്തിനും എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പം അത് നശിപ്പിക്കുക, കെട്ടിടം പണിയുക, ആ പരിപാടിയല്ലേ ഇവിടെ. പക്ഷെ കുറേയൊക്കെ അവരതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കാടാണെങ്കിൽ, ചെറിയൊരു കാട് പോലെയാണെങ്കിൽ അതങ്ങനെ തന്നെ അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ അവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ നമ്മൾ. ഇനി കൂടുതലും ഈ പച്ചപ്പ് അവിടെ കണ്ടുകൊണ്ടിരിക്കണം. കേരളത്തിൽ പച്ചപ്പൊക്കെ കുറേയൊക്കെ കുറഞ്ഞു സത്യം പറഞ്ഞാൽ. മൊത്തത്തിൽ എല്ലാവരും കെട്ടിടം പണിത് ഫ്ലാറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞല്ലേ ഉള്ള സ്ഥലം തന്നെ നമ്മൾ വെട്ടി കുറച്ചുകൊണ്ടിരിക്കല്ലേ നാട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേയൊക്കെ ഇവരിങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒരു വീടുള്ള ഏരിയ ആണെങ്കിൽ ആ ഭാഗം മൊത്തം വീടുകളായിരിക്കും. പക്ഷേ ഇതല്ല, ഇങ്ങനെ മരങ്ങളും കാടും പോലെയൊക്കെ ആണെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ അതുപോലെ ആയിരിക്കും. നമ്മൾ ഏകദേശം അവിടെ എത്തി. ഇതാണ് ബ്രൈറ്റൻ്റെ അവിടെയുള്ള ഒരു ബീച്ച്. അത് ബ്രൈറ്റൺ പയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടറല്ലല്ലോ അത്, വേറെന്താ വണ്ടിയില്ല. വലിയ ടയറൊക്കെ വരുത്തൂട്ടോ. ബ്രൈറ്റണിൽ ഇരിക്കുകയാണ്. ബ്രൈറ്റണിൽ ബീച്ച് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബ്രൈറ്റൺ പയർ എന്നൊരു സംഭവമുണ്ട്. അത് കാണാനുള്ളതിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബ്രൈറ്റൺ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് ഒന്നി നിൽക്കുന്ന പാലം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. കടലിലേക്ക് നമ്മുടെ അവിടെ ആണെങ്കിലും നമ്മൾ കേട്ടിട്ടില്ല ഇതുപോലെ കടലിൽ പാലം പോലെ പണിത് അവിടെ പണിതെടുത്തൊരു പാലസ് പോലത്തെ സ്ഥലമാണ് ബ്രൈറ്റൺ പിയർ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗെയിംസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കയറിയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നമുക്ക് എന്തായാലും പോയി കാണാം അവിടെ പോയിട്ട്. പിന്നെ ഇതിപ്പോൾ തീരെ ആളും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സമ്മർ അടുപ്പിച്ചാവുന്നില്ലേ ഉള്ളൂ. ശരിക്കും സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു എന്താ പറയുക ഫെസ്റ്റിവൽ മൂഡാണ്. ബീച്ചിലൊക്കെ നിറയെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ശരിക്കും നമുക്ക് നടക്കാൻ പോലും അത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല, അത്രയധികം ആൾക്കാരാവുക ബീച്ച് ഏരിയയിൽ മൊത്തം. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള ഫുഡാണ് ഫിഷ് ആൻഡ് ചിപ്സ്. പക്ക ഇംഗ്ലീഷ് ഏരിയ, പക്ക ടൂറിസ്റ്റ് ഏരിയ ആണ് ബ്രൈറ്റൺ എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് ബ്രൈറ്റൺ പാലസ് പിയർ. 1899 ബ്രൈറ്റൺ പിയർ നിർമ്മിച്ചത്. പക്ഷെ അതിനു മുൻപ് റോയൽ ചെയിൻ സസ്പെൻഷൻ പിയറും പിന്നെ വെസ്റ്റേൺ പിയറുമായിട്ട് ഇത് നിലനിന്നിരുന്നു. ഈ ബ്രൈറ്റൺ പിയറിന് രൂപകൽപ്പന കൊടുത്തത് സെൻറ്റ് ജോർജ് മൂർ എന്ന് പറഞ്ഞ ഒരാളാണ്. 1899 രൂപകൽപ്പന കൊടുത്തു. അതേ വർഷം തന്നെ മെയ് 20 ഇത് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം മുതൽ ഇതിങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതിന് മുൻപത്തെ പിയേഴ്സൊക്കെ
നശിച്ചു പോകാൻ കാരണം ഒരു പ്രാവശ്യം കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിൽ നശിക്കുകയാണ് ചെയ്തത്. അതങ്ങനെ വീണ്ടും അവർ റിമേക്ക് ചെയ്ത് ശരിയാക്കിയെടുത്ത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഈ ബ്രൈറ്റൺ പിയർ. പ്രതിവർഷം ഏകദേശം ഒരു 45 ലക്ഷത്തോളം ആൾക്കാർ ഓരോ വർഷം ഈ ബ്രൈറ്റൺ പിയർ കാണാൻ വരുന്നുണ്ടെന്നാണ് കണക്ക്. ഇവിടെ പാർക്കിങ്ങിൻ്റെ പൈസ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര മണിക്കൂർ നേരത്തേക്കാണോ കാർ ഇടുന്നത് അത്രയും മണിക്കൂർ നേരത്തേക്കുള്ള പാർക്കിംഗ് പേ നമ്മൾ അടയ്ക്കണം ഫസ്റ്റ് തന്നെ. ചേട്ടൻ ലൂക്കാച്ചൻ ഉന്തി സഹായിക്കുക വണ്ടിയിൽ കൊണ്ടുപോകാം. ഒരു ചേട്ടൻ ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ബീച്ചിലിറങ്ങാൻ. ഇത് എവിടെയൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. നമുക്ക് ബീച്ച് വ്യൂ കഴിഞ്ഞ് ബീച്ചിലുള്ളതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ വരാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഏരിയ. കൈയടിക്കാൻ പറ്റില്ല. കൊറോണ വെയിറ്റ് ചെയ്യാം. കേബിൾ ബീച്ചാണത്. എന്തോ നല്ല രസമുള്ള കല്ലുകൾ. നമുക്ക് എന്തായാലും പോകുമ്പോൾ 4 കല്ലെടുത്തിട്ട് പോവാം. ഇവിടെ തോന്നിട്ട് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ഈ ബ്രൈറ്റൺ പിയർ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല. പോയി നോക്കാം നമുക്ക്. ആദ്യം ബീച്ചിൽ പോയി ഒന്ന് കാല് നനയ്ക്കാൻ പറ്റില്ല. കാരണം ഈ ഷൂ ഇടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാല് നനയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെബിളായതുകൊണ്ട് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ട് കുറവുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ സാൻഡിൽ നടക്കുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടല്ലേ. അത്രയും ബുദ്ധിമുട്ട് ഇവിടെ പെബിളിൽ നടക്കുമ്പോൾ ഇല്ല. ആ കാണുന്ന ചുറ്റുകോണി കണ്ടോ, അത് അവിടുന്ന് അടുത്തറ്റം വരെ നമുക്ക് സിപ്പ് ലൈൻ പോവാം. സിപ്പ് ലൈനിൽ പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നതാണ് അത്. നല്ല ബീച്ചല്ലേ. വെള്ളത്തിൽ തണുപ്പില്ല ചേച്ചിയെ? വെള്ളത്തിന് തണുപ്പില്ല ചേച്ചിയെ? ജോട്ടാ വെള്ളത്തിൽ ഇറങ്ങിയ ഓഹോ, എന്ത് ബ്ലോഗറാണ് കേട്ടോ ഞാൻ. ആ തുഞ്ചിന് കല്ലു പേശില്ല.
Yukachu, Yukachu, Yukachu. Tingnan mo. Ting. 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 Ade, ade. Ting. 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 Michael പൊട്ടിച്ച ആൾക്കാരും നെറ്റും കാലും കുത്തി ലുക്കാച്ചോ അങ്ങനല്ല എടുത്തോ അന്ന് സൗണ്ടാവൂല്ലേ ഇട്ടോ ഇത് ഇതല്ല ഈ കാണുന്നതാണ് പാലസ് പിയറിൻ്റെ ഏറ്റവും ഫ്രണ്ടത്തെ ഭാഗം മെയിൻ ഗേറ്റ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ്, ഡോനട്ട്സ്, അങ്ങനെ ഫ്രഷായിട്ട് ഡോനട്ട്സ് ഉണ്ടാക്കി തരും. നമ്മളതൊന്നും കഴിക്കാൻ നിന്നില്ല. ഒരു ഡോനട്ടിന് തന്നെ £1 വെച്ച് വരുന്നുണ്ട് അവിടെ റേറ്റ്. അങ്ങനെ നമ്മൾ പിന്നെ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല. നമ്മളപ്പോൾ മെയിൻ എൻട്രൻസ് കടന്ന് ഉള്ളിലേക്ക് കടന്ന് അടുത്ത എൻട്രൻസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആട്ടോ ബീച്ചിൻ്റെ കാണാൻ പറ്റണത്. ഇന്ന് അധികം തിരക്കും കാര്യമൊന്നുമില്ല, കാരണം സമ്മർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോകുമ്പോൾ. പിന്നെ വീക്കെൻഡും അല്ലായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഡോണട്ട്സിൻ്റെ ആണെങ്കിലും ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഷോപ്പുകളുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ഷോപ്പ്സും ക്ലോസ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്നിട്ട് ബീച്ച് കാണാൻ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ ബേപ്പൂർ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ലേ, അതേപോലത്തെ ഒരു വ്യൂ ആണ് എനിക്ക് അപ്പം തോന്നിയത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ബ്രൈറ്റൺ പാലസ് പിയറിൻ്റെ മുന്നിലെത്തി. നമുക്ക് ബാക്കി കാഴ്ചകളുള്ളിൽ പോയിട്ട് കാണാം. ഞാൻ അറിഞ്ഞിരിക്കണത് കസിനൊക്കെ പോലെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നാണ്. എല്ലാ ആൾക്കാരും ഒരേപോലെ പ്രായഭേദമന്യേ കളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ. ബാക്കി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ പാലസ് പിയറിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു അപ്പാപ്പൻ ഇരിക്കുന്നുണ്ട്. എന്താ സംഭവിക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ഇത് അറിയണവരെന്താണെന്ന് വെച്ചാൽ അത് താഴെ മെൻഷൻ ചെയ്യണം. അങ്ങനെ നമ്മളുള്ളിലേക്ക് കടക്കുകയാണ്. നേരെ കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ ഒരു ഗെയിമാണ് കണ്ടത്. ചുറ്റും ഗെയിംസ്. നമ്മുടെ നാട്ടിൽ കാസിനോസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാസിനോസിലൊക്കെ ഉള്ള ഗെയിംസ് പോലെയാണ് കണ്ടിട്ട് തോന്നിയത്. അതും എല്ലാ ആൾക്കാരും ഒരുപോലെ കളിക്കുന്നുണ്ട്. കുട്ടികളൊന്നുമില്ല, വലിയവരൊന്നുമില്ല, പ്രായമായവരൊന്നുമില്ല. എല്ലാ ആൾക്കാരും ഒരുപോലെ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അതിൽ മെയിനായിട്ട് കാര്യം നമ്മളിപ്പോൾ £1 £2 കോയിൻ നമുക്കിവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. £2 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ പിൻസായിട്ട് തരും നമുക്ക്. പെന്നീസായിട്ട് നമുക്ക് മെഷീനിൽ നിന്ന് നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടും. അതായത് 1 പെന്നി, 2 പെന്നി, 3 പെന്നി, അങ്ങനെ ഇപ്പോൾ നമ്മൾ £20 മാറ്റുകയാണെങ്കിൽ £20 പെന്നീസ് അവർ നമ്മൾ ഒരു ബോക്സിലിട്ട് തരും. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഗെയിംസ് കളിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മെഷീൻ. ആ മെഷീനിൽ നമ്മൾ ആദ്യം പൈസ കൊടുത്തു. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാഷ് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഫുള്ള് നമുക്ക് എന്ത് കിട്ടി, ഒരുപാട്
പെന്നീസ് കിട്ടി. ഇവിടെ നമ്മുടെ നാട്ടിൽ 10 രൂപ എന്ന് പറയുന്ന കണക്കാണ് ഇവിടുത്തെ 10 പെന്നി. 100 രൂപയുടെ കണക്കിനാണ് ഇവിടെ 1 പൗണ്ട് എന്ന് പറയുക. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള അത്രയും പെന്നീസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരും. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഗെയിംസിലും കളിക്കുന്നത്. പല തരത്തിലുള്ള ഗെയിംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള ഗെയിംസ്. പല ഗെയിംസും എന്താന്ന് പോലും അറിയണ്ടായിരുന്നില്ല നമുക്ക്. അങ്ങനെ നമ്മളിങ്ങനെ കോയിൻസൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഓരോ മെഷീൻസിലിട്ട് നോക്കുക എന്നുള്ള രീതിക്ക് നോക്കുക. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വലിയൊരു മിനിയനെ കണ്ടുട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അറൗണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ അവരൊക്കെ ഗെയിം കളിക്കാന്നുള്ളതിനും ജോലിക്കായിട്ട് പോയി. എല്ലാവരും ഗെയിംസ് കാര്യങ്ങൾ എന്താ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നോക്കാം എല്ലാവരും പോയി. ഞാനിപ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തു വീഡിയോയിൽ. എന്തൊക്കെ ഗെയിംസ് നമുക്കറിയില്ല. ഫുള്ള് വണ്ടടിച്ച് പോയതിൻ്റെ ഉള്ളിൽ ഗെയിം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നമ്മൾ കോയിൻ ഇട്ടിട്ട് ആ കോയിന് അതിൽ ഒരുപാട് കോയിനാണെന്ന് വെച്ചിട്ട് നമുക്ക് ലക്കുണ്ടെങ്കിൽ നമ്മളിട്ട കോയിൻ തട്ടി മറ്റുള്ള കോയിൻ്റെ മേലെ തട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ വീഴും. ആ വീഴുന്ന കോയിൻ നമുക്ക് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് കിട്ടുന്ന കോയിൻ നമുക്ക് കിട്ടുന്ന കോയിനാണ്. അങ്ങനെയാണ് അതിൻ്റെ ഗെയിം പോകുന്നത്. ഇത് വേറെ എന്തോ ഒരു ഗെയിമാണ്. എന്താ ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളത് ഗെയിം കളിച്ച് കാണിച്ചു തരാം. ഓക്കെ.
നമ്മുടെ നൈറ്റ് വ്യൂ. നല്ല തണുപ്പുണ്ടെന്ന്. ഞാൻ 3 ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ വീടുകളിലേക്ക് പോയി. ഇവിടെ അധികം ടൈമൊന്നും അങ്ങനെ ആരും നിൽക്കില്ല. മാക്സിമം 6 മണി. ഇപ്പം സമയം 6:10. നമ്മൾ നല്ല പോകാമെന്നുള്ള രീതിക്ക് നിൽക്കുക. കടൽ നല്ല അടിപൊളിയായിട്ട് തിരകൾ എണ്ണി നടക്കുന്നുണ്ട്, എണ്ണിക്കളിക്കുന്നുണ്ട് തിരകൾ. നൈറ്റ് വ്യൂ വേറൊരു ഭംഗിയാട്ടോ. ഡേ വ്യൂ അടിപൊളി, അതിനേക്കാൾ അടിപൊളി നൈറ്റ് വ്യൂ ആണ്. ഷോപ്സൊക്കെ ക്ലോസ്ഡാണ് തോന്നുന്നു. അങ്ങനെ കാര്യമായിട്ട് ഷോപ്സൊന്നും തുറന്നിരിക്കുന്നത് കാണുന്നില്ല. അതിന് നേരത്തെ അടച്ചു പോയതാണോ എന്നറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബ്രൈറ്റണിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അവിടെ നിന്ന് ബാക്കിലേക്ക് പിന്നെയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഈ ഗെയിംസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഈ റൈഡേഴ്സ് ഇല്ലേ, റോളർ കോസ്റ്റ്, അത് ഇതെന്ന് പറഞ്ഞ ഒരുപാട് റൈഡേഴ്സായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ ലേറ്റായിട്ട് എത്തിയോണ്ട് ഓൾറെഡി അതൊക്കെ ക്ലോസ് ചെയ്തു. നമ്മളെത്തുമ്പോൾ തന്നെ ഒരു 3:30-4 മണി അടുത്തായി. പിന്നെ 6 മണി വരെ എല്ലാതും ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കാണാനാണ് ബ്രൈറ്റൺ I360 എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ മേലെ പോയിട്ട് ഉള്ളൊരു സംഭവമാണ്. എന്ത് സംഭവം ശരിക്കും എനിക്കറിയില്ല. നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വേറൊരു ദിവസം ഇതുപോലെ പോയിട്ട് നമുക്കിനി ചെയ്യാമെന്നുള്ള രീതിക്ക്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നമ്മൾ നല്ല വിശപ്പിലാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ തപ്പി നടക്കുക. നമ്മളപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇത് ബ്രൈറ്റൺ ടൗൺ ആണ്. നമ്മളപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്നു. ഷോപ്പിൻ്റെ പേര്
അടുത്തതാണ് അറബിക് റെസ്റ്റോറൻറ്റ് വരുന്നത്. അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന കുറേ ഷോപ്പുകളാണ്. അതായി കാണുന്നതാണ് ഷോപ്പ്. അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി ഫുഡ് ആദ്യം ഓർഡർ ചെയ്തു. നമ്മൾ ആദ്യം ഫസ്റ്റ് കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരുന്നിരുന്നത്. പിന്നെ നമുക്ക് അത്രയും കൺജസ്റ്റഡ് പോലെ തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി അവിടെ പോയിരുന്നു. അവിടെ ആകുമ്പോൾ പിന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറേ ആൾക്കാരൊക്കെ വന്നു, പക്ഷേ ഫസ്റ്റിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കും അതിൻ്റെതായ പ്രൈവസി കിട്ടി. പിന്നെ ലൂക്കാച്ചൻ്റെ സ്ട്രോളർ ഇടാനും നമുക്കൊരു ഗ്യാപ്പ് കിട്ടി. മുകളിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് സ്ട്രോളർ ഇടാനൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മെനു ഒക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് മന്തിയായിരുന്നു. ചിക്കൻ മന്തി, ബീഫ് മന്തി, പിന്നെ ചിക്കൻ ഷവർമ്മ വിത്ത് റൈസ്, അങ്ങനെ കുറേ വെറൈറ്റി. നമ്മുടെ നാട്ടിലത്തെ അത്രയും ടേസ്റ്റും കാര്യമൊന്നും ഇല്ല, എന്നാലും വേറൊരു ടേസ്റ്റ്, സിമിലർ എന്ന് മാത്രം പറയാം. അല്ലാണ്ട് നമ്മുടെ നാട്ടിലത്തെ മന്തി, ചിക്കൻ മന്തി, ബീഫ് മന്തിയുടെ ടേസ്റ്റൊന്നും ഇവിടുത്തെ മന്തിക്കൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മെല്ലെ കഴിച്ചു. ലൂക്കാസിന് കുറച്ച് ചോറും കാര്യമൊക്കെ കൊടുത്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. ഇതിൻ്റെ റൈസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയായിരുന്നു, നമുക്കെല്ലാം സിമിലറായിട്ടാണ് തോന്നി. പിന്നെ ഇപ്പോൾ ചിക്കനും ബീഫ് അങ്ങനെ ഓർഡർ ചെയ്തില്ല, അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം ഉണ്ടെങ്കിലുള്ളൂ. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്തു. ഞാൻ ബീഫ് മന്തി അത് മട്ടൺ മന്തി അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈസൊക്കെ എല്ലാവരും സെയിം ആയിരുന്നു. അറിയില്ല അവർ പലതും സെയിം റൈസ് തന്നെയായിട്ട് തരുന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓൾമോസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുനാഫ ഓർഡർ ചെയ്തു. കുനാഫ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ കുനാഫ ഓർഡർ ചെയ്തു. ഭയങ്കര എക്സ്പെൻസായിരുന്നു കുനാഫ. ചെറിയൊരു പാത്രം, പക്ഷെ ഭയങ്കര എക്സ്പെൻസായിരുന്നു കേട്ടോ കുനാഫയ്ക്ക്. അങ്ങനെ ഈ ഒരു പാത്രത്തിന് തന്നെ 8 പൗണ്ട് 9 പൗണ്ടിൻ്റെ അടുത്ത് വന്നു. ഓക്കെ എന്ന് പറയാനുണ്ടായിരുന്നു, ഒരുപാട് ടേസ്റ്റ് എന്ന് പറയാനുണ്ടായിരുന്നില്ല, ഓക്കെ എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ജസ്റ്റ് ചേച്ചി അവരും അവരുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ബ്രൈറ്റൺ ഒരു കുഞ്ഞി ട്രിപ്പ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാനും കവർ ചെയ്യാനും ഉണ്ടായിരുന്നു. സത്യം ഇവിടെ ബീച്ച് തന്നെ നമുക്ക് അത്യാവശ്യം നടന്ന് കാണാനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രൈറ്റൺ പാലസിലാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് കാണാനേ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഒരു ഹാഫ് പാർട്ട് വരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ആ ഗെയിംസിന് ശേഷമായിരുന്നു. പിന്നെ I360 അതൊന്നും നമ്മൾ കണ്ടില്ല. വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു നൈറ്റ് വ്യൂ ആണ് ഇത്, ബ്രൈറ്റൺ സിറ്റിയുടെ നൈറ്റ് വ്യൂ. അങ്ങനെ അത് കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.